ഈ വിഷു ഒരു ആഘോഷം മാത്രമല്ല, ഒരു പുതിയ തുടക്കം. നിങ്ങൾ കാണുന്ന വിഷുക്കണി നിങ്ങളുടെ ഭാവി. ഈ വർഷം ഗ്രഹങ്ങളുടെ സ്ഥിതി വളരെ പ്രത്യേകമാണ്. ശുക്രൻ, നിങ്ങൾ ശ്രമിച്ചാൽ നമസ്കാരം. സ്റ്റുഡിയോ ആസ്ട്രോയുടെ ഈ ആത്മീയ ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിഷ വിഷയങ്ങൾ, നക്ഷത്രഫലങ്ങൾ, ഗ്രഹനിലകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ അവതരിപ്പിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ സമയോചിതമായി ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ അഞ്ജന എസ് പണിക്കർ. നിങ്ങളുടെ പിന്തുണയും നിങ്ങളുടെ അമൂല്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മടിക്കേണ്ടതില്ല. കൂടെ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ദയവു ചെയ്തു ലിങ്ക് ഷെയർ ചെയ്യണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. എല്ലാവരുടെയും കമന്റുകൾക്കും അഭിപ്രായങ്ങൾക്കും വളരെ അധികം നന്ദി പറഞ്ഞുകൊള്ളുന്നു. ജോലി തിരക്കുകൾ കാരണം എല്ലാ കമന്റുകൾക്കും ഉടൻ മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമല്ലോ. മറുപടിയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായാൽ ദയവു ചെയ്തു ക്ഷമിക്കുമല്ലോ. മേടസംക്രമം നടന്ന സമയം. അതിന്റെ ഒരു ചെറിയ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഈ വർഷം വിഷു നിങ്ങൾ തെറ്റായ ദിവസത്തിൽ ആചരിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം പോലും ഒരു വർഷത്തേക്ക് വൈകിപ്പോകാം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നമ്മൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം കാത്തിരിക്കുന്ന ഈ വിശുദ്ധ ദിവസത്തിൽ സമയം തന്നെയാണ് എല്ലാം നിർണ്ണയിക്കുന്നത്. മേടസംക്രമം നടക്കുന്നത് ഒരു കൃത്യമായ നിമിഷത്തിലാണ്. ആ നിമിഷം തന്നെ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുന്ന താക്കോലായിരിക്കാം. എന്നാൽ ആ സമയം കുറച്ച് മിനിറ്റുകൾ പോലും തെറ്റിപ്പോയാൽ അത് വെറും ഒരു ദിവസത്തെ തെറ്റല്ല, നിങ്ങളുടെ വർഷം മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു ചെറുതെങ്കിലും വലിയ മാറ്റം. മേടസംക്രമം നടന്ന സമയം. അതിന്റെ ഒരു ചെറിയ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പലർക്കും അറിയാത്ത ഒരു രഹസ്യമുണ്ട്. വിഷു ഒരു ആചാരമോ ഒരു ആഘോഷമോ മാത്രമല്ല, ഇത് ഒരു എനർജി റീസെറ്റ് പോയിന്റ് ആണ്. പ്രകൃതിയും ഗ്രഹനിലകളും ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾ സൃഷ്ടിക്കുന്ന സമയമാണ് ഇത്. നിങ്ങൾ അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത വളർച്ച, സമ്പത്ത്, സമാധാനം എന്നിവ നേടാൻ കഴിയാം. പക്ഷേ അത് നഷ്ടപ്പെട്ടാൽ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിഷുവിന്റെ യഥാർത്ഥ സമയം, അതിന്റെ ആത്മാർത്ഥ അർത്ഥം, കൂടാതെ മകയിരം നക്ഷത്രക്കാർക്ക് വരുന്ന വർഷം എന്താണ് സൂചന നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഇത് സാധാരണ വിവരങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ചില സത്യങ്ങൾ, ചില പാരമ്പര്യ രഹസ്യങ്ങൾ, കൂടാതെ നിങ്ങളുടെ നക്ഷത്രം നേരിട്ട് ബാധിക്കുന്ന പ്രവചനങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് തുറന്നു പറയാം. പ്രത്യേകിച്ച് മകയിരം നക്ഷത്രക്കാർ. ഈ വർഷം നിങ്ങൾക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തയ്യാറാണോ ആ മാറ്റം സ്വീകരിക്കാൻ? ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് വിഷുവിനെ വെറും ഒരു ആഘോഷമല്ല, ജീവിതത്തെ മാറ്റുന്ന ഒരു അവസരമാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ വീഡിയോ ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പലർക്കും അറിയാത്ത ഒരു പവർഫുൾ വിഷു പ്രാക്ടീസ് ആണ്. അത് ശരിയായി ചെയ്താൽ അടുത്ത 365 ദിവസവും നിങ്ങളുടെ ഭാഗ്യം മാറ്റാൻ കഴിയും. മേടസംക്രമം എന്താണ്? ഇത് വെറും ജ്യോതിശാസ്ത്രപരമായ ഒരു സംഭവമല്ല, നമ്മുടെ ജീവിതത്തിന്റെ റിതം തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണ്. സൂര്യൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് കടക്കുമ്പോൾ അതിനെ സംക്രമം എന്ന് പറയുന്നു. എന്നാൽ മേടസംക്രമം പ്രത്യേകമാണ്. ഇത് സാധാരണ ഒരു മാറ്റമല്ല. സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്ന ആ നിമിഷം പ്രകൃതിയുടെ പുതിയ വർഷം ആരംഭിക്കുന്ന നിമിഷമായി കണക്കാക്കുന്നു. അതായത് നിങ്ങൾ ഒരു റീസെറ്റ് ബട്ടൺ അമർത്തുന്നതുപോലെ പഴയതെല്ലാം പിന്നിലാക്കി ഒരു പുതിയ തുടക്കം ആരംഭിക്കുന്ന സമയം. ഇത് ഒരു പുതിയ തുടക്കം, പ്രകൃതിയുടെ പുതുജന്മം, നിങ്ങളുടെ ജീവിതത്തിന്റെ റീസെറ്റ് ബട്ടൺ. ചിന്തിച്ചു നോക്കൂ. മരങ്ങൾ പുതിയ ഇലകൾ പൊടിക്കുന്നു, ഭൂമി പുതുജീവൻ കൈവരിക്കുന്നു, പ്രകൃതി മുഴുവൻ ഒരു പുതിയ പ്രവർത്തനത്തിലൂടെ നിറയുന്നു. അതേ പ്രവർത്തനം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കും എത്തുന്നത്, നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ. ഒരു ചെറിയ ഗ്രാമത്തിൽ 2 കർഷകർ ഉണ്ടായിരുന്നു. ഇരുവരും ഒരേ ഭൂമിയിലാണ് കൃഷി ചെയ്തത്. ഒരേ മഴ,
ഒരേ വിത്ത്. എല്ലാം ഒരുപോലെ, പക്ഷേ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരാൾ സൂര്യോദയത്തിന് മുൻപേ എഴുന്നേറ്റ് കൃഷി ആരംഭിച്ചു. മണ്ണിന്റെ ഈർപ്പം ശരിയായ സമയത്ത് ഉപയോഗിച്ചു. ഓരോ ഘട്ടവും സമയത്തിന് അനുസരിച്ച് ചെയ്തു. മറ്റൊരാൾ ഇന്നൊന്നു വൈകിയാലെന്താ എന്ന് കരുതി കുറച്ച് വൈകി തുടങ്ങി. മഴ ഒരുപോലെ പെയ്തു. പ്രകൃതി ഒരുപോലെ സഹായിച്ചു. പക്ഷേ വിളവെടുപ്പിന് എത്തിയപ്പോൾ ഒരാൾക്ക് സമൃദ്ധി, മറ്റൊരാൾക്ക് നഷ്ടം. കാരണം എന്ത്? സമയം. ശരിയായ സമയം തന്നെ. അതുപോലെ സംക്രമ സമയത്തെ മനസ്സിലാക്കുന്നത് തന്നെ. മേടസംക്രമം എന്നത് കർഷകന്റെ ആദ്യ നിമിഷം പോലെയാണ്. നിങ്ങൾ ആ സമയം മനസ്സിലാക്കി അതിനോട് സിങ്ക്രോണൈസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ അവസരങ്ങൾ, വളർച്ച, ഭാഗ്യം എല്ലാം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇനി ഒരു ചെറിയ ചിന്ത. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ഭാഗ്യം ഇല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ സത്യത്തിൽ അത് ഭാഗ്യത്തിന്റെ പ്രശ്നമല്ല, സമയത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് വിഷു എന്തുകൊണ്ട് അടുത്ത ദിവസം. ഈ വർഷത്തെ മേടസംക്രമത്തിന്റെ കൃത്യമായ സമയം എന്താണ്? ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട 3 പ്രധാന കാര്യങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് മകയിരം നക്ഷത്രക്കാർക്ക് ഇത് എങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാകുന്നു? ഈ വർഷത്തെ മേടസംക്രമത്തിന്റെ കൃത്യമായ സമയം എന്താണ്? ഈ വർഷം മേടസംക്രമം സംഭവിക്കുന്നത് ഏപ്രിൽ 14 രാവിലെ ഏകദേശം 9:32 ഈ ഒരു നിമിഷം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതാണ് സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന കൃത്യമായ പരിവർത്തന പോയിന്റ്. പക്ഷേ ശ്രദ്ധിക്കണം, വിഷുക്കണി കാണേണ്ടത് ഈ സമയം കഴിഞ്ഞു വരുന്ന അടുത്ത പ്രഭാതത്തിലാണ്. അതായത് നിങ്ങൾ കാണുന്ന ഓരോ ദൃശ്യവും ഓരോ ചിന്തയും ആ ഊർജ്ജത്തെ നേരിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട 3 പ്രധാന കാര്യങ്ങൾ എന്താണ്? മനസ്സിനെ റീസെറ്റ് ചെയ്യുക, അതായത് മെന്റൽ അലൈൻമെന്റ്. ഈ സമയം ചില മിനിറ്റുകൾ ശാന്തമായി ഇരിക്കുക. കണ്ണ് അടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇമാജിൻ ചെയ്യൂ. സമ്പത്ത്, സമാധാനം, വിജയം. കാരണം ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ചിന്തകൾ ശക്തമായി സ്വാധീനം ചെയ്യും. നിങ്ങൾ ആ 5 മിനിറ്റ് എന്താണ് ചിന്തിക്കുന്നത്? അതാണ് അടുത്ത 365 ദിവസവും നിങ്ങളുടെ യാഥാർത്ഥ്യം ആകാൻ സാധ്യത. ദീപം തെളിയിക്കുക, പ്രാർത്ഥിക്കുക, ഊർജ്ജ സജീവീകരണം. ഒരു ദീപം തെളിയിക്കുക. ഇത് വെറും ഒരു ആചാരം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു സവിശേഷ പ്രവൃത്തിയാണ്. ദീപത്തിന്റെ പ്രകാശം, വ്യക്തതയും നല്ല ഊർജ്ജവും ലഭിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകാശവും സന്തോഷവും ഇതിലൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു ചെറിയ ദീപം, പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ട് പോലും നീക്കാൻ കഴിയും. വിഷുക്കണി ശരിയായി ഒരുക്കുക. കണി എന്നത് വെറും പഴങ്ങൾ, നാണയങ്ങൾ, കണ്ണാടി എന്നിവ മാത്രമല്ല, അത് നിങ്ങളുടെ അവബോധ മനസ്സിനെ സ്വാധീനിക്കുന്ന ശക്തമായ ഒരു മാർഗമാണ്. സ്വർണ്ണവസ്തുക്കൾ, പഴങ്ങൾ, അരി, കണ്ണാടി ഇവയെല്ലാം സമൃദ്ധിയെയും ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നു. നിങ്ങൾ കണിയിൽ കാണുന്ന ഓരോ വസ്തുവും നിങ്ങളുടെ മനസ്സിൽ നല്ല ചിന്തകളും പ്രതീക്ഷകളും നിറയ്ക്കുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും വിജയവും വരാൻ വഴിയൊരുക്കുന്നു. നിങ്ങൾ രാവിലെ ആദ്യം കാണുന്നത് നിങ്ങളുടെ വർഷം മുഴുവൻ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യങ്ങളെ രൂപപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് മകയിരം നക്ഷത്രക്കാർക്ക് ഇത് എങ്ങനെ ഒരു വലിയ അവസരമാകുന്നു. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒരു മാറ്റത്തിന്റെ വർഷമാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച വൈകല്യങ്ങളും ആശയക്കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും പതുക്കെ മാറുന്ന സമയം. ഈ മേടസംക്രമം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ, തൊഴിൽ രംഗത്ത് വളർച്ച, പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നേട്ടങ്ങൾ, മനസ്സിന്റെ വ്യക്തത എന്നിവയ്ക്ക് വഴി തുറക്കും. നിങ്ങൾ രാവിലെ ആദ്യം കാണുന്നത് നിങ്ങളുടെ വർഷം മുഴുവൻ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യങ്ങളെ രൂപപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് മകയിരം നക്ഷത്രക്കാർക്ക് ഇത് എങ്ങനെ ഒരു വലിയ അവസരമാകുന്നു. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒരു മാറ്റത്തിന്റെ വർഷമാണ്. ഇതുവരെ നിങ്ങൾ അനുഭവിച്ച വൈകല്യങ്ങളും ആശയക്കുഴപ്പങ്ങളും ബുദ്ധിമുട്ടുകളും പതുക്കെ മാറുന്ന സമയം. ഈ മേടസംക്രമം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ, തൊഴിൽ രംഗത്ത് വളർച്ച, പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നേട്ടങ്ങൾ, മനസ്സിന്റെ വ്യക്തത എന്നിവയ്ക്ക് വഴി തുറക്കും. നല്ല ചിന്തകളും ശുദ്ധമായ പ്രവർത്തികളും ഈ സമയത്ത് ആരംഭിച്ചാൽ അതിന്റെ ഫലം മുഴുവൻ വർഷവും അനുഭവിക്കാൻ കഴിയും. പക്ഷേ പലർക്കും അറിയാതെ ചെയ്യുന്ന 2 വലിയ തെറ്റുകൾ ഈ നല്ല ഊർജ്ജം മുഴുവൻ തടയുന്നു. ഒന്നാമത്തെ തെറ്റ്, രാവിലെ എഴുന്നേറ്റ ഉടൻ നെഗറ്റീവ് ചിന്തകളിൽ പോകുന്നത്, അല്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത്. രണ്ടാമത്തെ തെറ്റ്, ഈ സമയത്തെ വെറും സാധാരണ ദിവസമായി കാണുന്നത്, പ്രത്യേകത മനസ്സിലാക്കാതെ സമയം കളയുന്നത്. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല അവസരങ്ങളെ കുറയ്ക്കും.
ഒരു ചെറിയ അശ്രദ്ധ, പക്ഷേ അത് മുഴുവൻ വർഷത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കഴിയും. പല വീടുകളിൽ വിഷു ദിവസം ചെറിയ കാര്യത്തിൽ വലിയ തർക്കം ഉണ്ടാകാറുണ്ട്. പിന്നെ വർഷം മുഴുവൻ എന്തോ ശരിയായില്ല എന്നൊരു തോന്നൽ. ഇത് യാദൃശ്ചികമല്ല, അതിനാൽ തർക്കങ്ങൾ ഒഴിവാക്കുക, ശാന്തമായി ഇരിക്കുക, ക്ഷമിക്കാൻ പഠിക്കുക. ഈ ദിവസം നിങ്ങൾ പാലിക്കുന്ന ശാന്തതയും നല്ല മനോഭാവവും മുഴുവൻ വർഷത്തേക്കുള്ള നല്ല ഊർജ്ജമായി മാറും. ഒരു ദിവസം നിങ്ങൾ സംരക്ഷിക്കുന്ന സമാധാനം, അത് ഒരു വർഷം മുഴുവൻ നിങ്ങളെ സംരക്ഷിക്കും. ഒരു ദിവസം വെറും 24 മണിക്കൂർ. നിങ്ങൾ അത് ശരിയായി കൈകാര്യം ചെയ്താൽ നിങ്ങളുടെ ജീവിതം ഉയരും. തെറ്റായി കൈകാര്യം ചെയ്താൽ നിങ്ങൾ തന്നെ അറിയാതെ നിങ്ങളുടെ വളർച്ച തടയും. ഇനി ഒരു ചെറിയ ചോദ്യം: നിങ്ങൾ ഈ വർഷം വിഷുവിനെ വെറും ആഘോഷിക്കാനാണോ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ഉപയോഗിക്കാനാണോ? കാരണം അടുത്ത കുറച്ച് മിനിറ്റുകളിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ശക്തമായ വിഷു ആചാരമാണ്, പലർക്കും അറിയാത്തത്. പക്ഷേ അത് ചെയ്തവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മകയിരം നക്ഷത്രക്കാർക്ക് ശിവനെ ആരാധിക്കുന്നത് വളരെ ഗുണകരമാണ്. ഈ വർഷം പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടത് വലിയ മാറ്റങ്ങൾ അല്ല, ശരിയായ ദിശയിൽ ചെറിയ സ്ഥിരമായ ശ്രമങ്ങളാണ്. അതിന് ഏറ്റവും ശക്തമായ മാർഗം ശിവഭക്തി. ശിവൻ എന്നത് നാശവും സൃഷ്ടിയും ഒരുമിച്ചുള്ള ശക്തിയാണ്. പഴയ തടസ്സങ്ങളെ നീക്കി പുതിയ വഴികൾ തുറക്കുന്ന ശക്തി. ശിവനാമം ജപിക്കുക. ഓം നമോ ശിവായ. ഈ ഒരു മന്ത്രം മാത്രം മതിയാകും. ദിവസവും 108 പ്രാവശ്യം ജപിച്ചാൽ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുകയും ശ്രദ്ധ വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ചിന്തകൾ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ ഈ മന്ത്രം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ദാനം ചെയ്യുക. ചെറിയ സഹായം പോലും വലിയ ഫലം നൽകും. ഭക്ഷണം, വസ്ത്രം, അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം, എന്തും മതി. നിങ്ങൾ കൊടുക്കുന്നത് ഒരിക്കലും കുറയില്ല, അത് പലമടങ്ങ് ആയി തിരിച്ചുവരും. മകയിരം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ വലിയ മാറ്റങ്ങൾ തേടേണ്ടതില്ല, നിങ്ങൾ സ്ഥിരത പാലിച്ചാൽ മാറ്റം നിങ്ങളെ തേടി വരും. ഇനി ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ ഒരു ദിവസം പ്രചോദനത്തോടെ തുടങ്ങുമോ, അല്ലെങ്കിൽ ദിവസവും ശാസ്ത്രീയമായ പരിശ്രമത്തോടെ തുടരുമോ? കാരണം നിങ്ങളുടെ ഭാഗ്യം ഒരു ദിവസം കൊണ്ടല്ല മാറുന്നത്, അത് നിങ്ങൾ ദിവസവും ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാൽ പതുക്കെ രൂപപ്പെടുന്നതാണ്. ഇന്ന് ഒരു ദീപം തെളിയിക്കൂ, നാളെ നിങ്ങളുടെ ജീവിതം പ്രകാശിക്കാം. ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മകയിരം നക്ഷത്രക്കാരുടെ വിഷുഫല സാധ്യതകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ: നിങ്ങളുടെ പേരും നാളും കമന്റായി താഴെ ഇടാവുന്നതാണ്. അത് കുറിച്ചെടുത്തു ഞങ്ങളുടെ തറവാട്ട് ക്ഷേത്രത്തിൽ ദിവസം നടന്നുവരുന്ന പൂജകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും പങ്കുവയ്ക്കാൻ ദയവായി മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ഇറ്റ്സ് മീ, അഞ്ജന എസ് പണിക്കർ, സൈനിങ് ഓഫ്.